ഹലോ. അപ്പോൾ ഇന്ന് റീൽസൊക്കെ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് മൂടി ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി അങ്ങനെ റീൽസ് ഒന്നും എടുക്കാറില്ല. എടുക്കുന്ന ദിവസം ഒരു 5-10 റീൽസൊക്കെ ചെയ്ത് ആ വീക്കിലി അങ്ങോട്ട് അവസാനിപ്പിക്കും. പിന്നെ അമ്മ ഇടയ്ക്ക് എന്തൊക്കെയോ എനിക്ക് ഉണ്ടാക്കി. ഐസ്ക്രീമാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ എനിക്കെന്നല്ല, മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഐസ്ക്രീം. അപ്പം അമ്മ എന്തോ ഒരു കുരുത്തക്കൂടെ ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിന്ന് നോക്കാം അമ്മയുടെ ഐസ്ക്രീം. എന്താതോ ചെറിയ പുളിയുള്ള ഐസ്ക്രീമോ ഗൈസ്? ഇത് ഐസ്ക്രീം അല്ല, ഇത് തൈരാണ്. അമ്മേനെ പറ്റിച്ചു ഗൈസ്. ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഞാൻ അമ്മ ഇങ്ങനെ കോരി തിന്നണത് അമ്മ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അമ്മ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അമ്മയുടെ കൈപ്പുണ്യം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കി. പക്ഷെ എനിക്കറിയാട്ടോ അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഇതും അമ്മ പറഞ്ഞത് മിൽമ പാലിലാണ് ഉണ്ടാക്കിയത്. ഇവിടെ കറവ പശുക്കളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കിത് കാണണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയിലേക്കൊക്കെ പോയി എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ വീണ്ടും അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതെനിക്ക് എന്തായാലും വീട്ടിൽ പോകുമ്പോൾ എനിക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ അമ്മ ചെയ്യുന്നത് പണികൾ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ആ പാല് എന്താ പറയുക തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം, അതായത് കുറച്ച് നേരം എന്നല്ല, ആ പാല് കുറച്ചൊക്കെ പറ്റിപ്പോണം. അതിലത്തെ വെള്ളം, പാല് വറ്റരുത് കേട്ടോ, വെള്ളം വറ്റണം. അതിലത്തെ വെള്ളമൊക്കെ കുറച്ച് ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വറ്റുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ ഇങ്ങനെ ഈ മറ്റേ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നന്നായി കുറച്ച് ഇപ്പോൾ ഇതിലെ അളവ് കണ്ടോ, ഞങ്ങൾ ഒഴിച്ച അളവും അതിലിപ്പോൾ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴുള്ള അളവ് വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇത്രയും നേരം അമ്മ തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് എന്താ പറയുക, അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വണ്ടി ഓടിക്കലൊക്കെ ചെയ്തു. എന്താ പറയുക, ഒരു ചെറിയൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെ കണ്ടോ അതാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചൂടാ. പക്ഷെ ഇതൊരു പച്ചവെള്ളം ആവാനും പാടില്ല, കാരണം അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് പച്ചവെള്ളത്തിൻ്റെ ഇതാവാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ ഒഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഭംഗിക്ക് ഒഴിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു കുപ്പി എന്നല്ലേ, സാധാരണ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അമ്മ മുന്നേ ഇതുപോലെ തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തൈരാണ് ഈ ഒരു അളവിൽ അമ്മ അതിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് അമ്മ അത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതൊരു കാലത്ത് വെച്ചിട്ട് ഒരു ഉച്ചതിരിഞ്ഞിട്ട് ആകുമ്പോഴേക്കും ഈ ഒരു അളവിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്കും ഇഷ്ടമാണ് ഇത്. തൈരാക്കി തിന്നലാണ് അവളുടെ ഏറ്റവും വലിയ ഹോബി. അപ്പോൾ അതും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് കണ്ട ഇതുപോലെ ഒരു തൈരാണ് നിങ്ങൾക്ക് കിട്ടുക. വെറും മിൽമ പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൽ ഇത്ര 2 പാക്കറ്റ് ഉണ്ട്. ഇന്നലെ അമ്മ ഉണ്ടാക്കി തന്നല്ലേ, അതുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പുതിയത് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അതാണ് ഇത്രയും അളവ് കൂടുതൽ. എന്നിരുന്നാലും നാച്ചുറൽ ആയിട്ടുള്ളെങ്കിലും സംഭവം മിൽമ പാലുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് കിട്ടുന്നത് ഞാനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കും. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.